ഇന്ന് പകൽ നമുക്ക് അല്പസമയ ചിന്തയ്ക്കായി ഒരു വചനഭാഗം നമുക്ക് വായിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം അതിലെ 9-ാമത് വാക്യം നമുക്ക് വായിക്കാം. ഇതാ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ രണ്ടാമത്തേതിനെ സ്ഥാപിപ്പാൻ ഒന്നാമത്തേതിനെ നീക്കിക്കളയുന്നു. ഇന്ന് പകൽ വായിച്ച വചനത്തിലേക്ക് നമുക്ക് ചിന്തയെ, നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ദൈവത്തിന് സ്തോത്രം. എബ്രായർക്ക് എഴുതിയ ലേഖനം സ്തോത്രം 10-ാം അധ്യായം അതിൻ്റെ 9-ാമത് വാക്യമാണ് നമ്മൾ വായിച്ചത്. അപ്പോസ്തലനായ പൗലോസ് അവൻ വളരെ വ്യക്തമായി പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് നൽകി തന്ന വചനത്തിൻ്റെ മർമ്മങ്ങളെ വെളിപ്പെടുത്തുകയാണ്. ഇതാ ഇവിടെ പറയുന്നു, ഇതാ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ രണ്ടാമത്തേതിനെ സ്ഥാപിപ്പാൻ ഒന്നാമത്തേതിനെ നീക്കിക്കളഞ്ഞു. സ്തോത്രം. കളയുന്നു, നീക്കി മാറ്റി. സ്തോത്രം. രണ്ടാമത്തേതിനെ സ്ഥാപിപ്പാൻ ഒന്നാമത്തേതിനെ നീക്കിക്കളഞ്ഞു. ഹല്ലേലൂയ. ഇന്ന് പകൽ ഇത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകത്തില്ല. പക്ഷേ ഇന്ന് പകൽ അതിൻ്റെ സ്തോത്രം ആ വചനത്തിൻ്റെ വെളിപ്പാടിലേക്ക് കയറുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവൻ രണ്ടാമത്തേതിനെ സ്ഥാപിപ്പാൻ ഒന്നാമത്തേതിനെ നീക്കിക്കളഞ്ഞു. ഇന്ന് പകൽ ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ തുള്ളിച്ചാടി വേണം സ്തോത്രം പറയാൻ. ഒന്നാമത്തേതായിരുന്നു ഇന്നും നിലനിന്നിരുന്നു എങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മൾ വീട്ടിലിരിക്കുകയോ നമ്മൾ വേറെ എന്തെങ്കിലും പരിപാടിയായിരിക്കുമായിരുന്നു. ഇന്ന് പകൽ നമ്മളെ ഇവിടെ കൊണ്ടിരുത്തിയിരിക്കുന്നത് രണ്ടാമത്തതിനെ അവൻ സ്ഥാപിച്ചത് കൊണ്ടാണ്. ഒന്നാമത്തതിനെ അവൻ നീക്കിക്കളഞ്ഞു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഒന്നാമത്തേതാണ് സ്തോത്രം ദൈവത്തിൻ്റെ ആത്മാവിലൂടെ സീനായി പർവ്വതത്തിൽ വെച്ച് മോശയ്ക്ക് കൈമാറിയ ന്യായപ്രമാണം. ഒന്നാമത്തെ ന്യായപ്രമാണം ദൈവം മനുഷ്യർക്കും നൽകി. മനുഷ്യർക്ക് നൽകുമ്പോഴും സ്തോത്രം അതിന് 1-ാം വാക്യം പറഞ്ഞു, ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലായിക കൊണ്ട് ആണ്ടുതോറും ഇടവിടാതെ കഴിച്ചു വരുന്ന അതേ യാഗത്താൽ അടുത്തു വരുന്നവർക്ക് സൽഗുണപൂർത്തി വരുത്തുവാൻ ഒരു നാളും കഴിവുള്ളതല്ല. ഒന്നാമത്തെ പ്രമാണത്തിനകത്ത്, ഒന്നാമത്തെ ന്യായപ്രമാണത്തിനകത്ത് ജനത്തിന് സ്തോത്രം ദൈവം കൊടുത്ത പ്രമാണത്തിൽ ഒരു മനുഷ്യനും സൽഗുണപൂർത്തി വരുത്തുവാൻ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും നീതീകരണം സ്ഥാപിതമായില്ല. അതുകൊണ്ട് നമ്മുടെ കർത്താവ് പറയാ, ഇതാ ഞാൻ വരുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടം എന്താ? ദൈവത്തിൻ്റെ ഇഷ്ടം ഇന്ന് പകൽ പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താ? ആ ഇഷ്ടം ഇന്ന് പകൽ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോവുകയാണ്. ഹല്ലേലൂയ. എന്താ ദൈവത്തിൻ്റെ ഇഷ്ടം? ദൈവത്തിൻ്റെ ഇഷ്ടം 10-ാം വാക്യം പറയുന്നു, ആ ഇഷ്ടത്തിൽ നാം യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടം എന്താ? നമ്മളെല്ലാവരും വിശുദ്ധീകരിക്കപ്പെടണം. നമ്മളെല്ലാം നീതിമാന്മാരായി മാറണം. നമ്മളെല്ലാം വിശുദ്ധന്മാരായി മാറണം. നമ്മെക്കുറിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മൾ വിശുദ്ധന്മാരായി മാറണം. അങ്ങനെയാണെങ്കിൽ വിശുദ്ധന്മാർ മാത്രം കര ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ആമേൻ. ഇന്ന് പകൽ ലോകം നമ്മളെ നോക്കിയിട്ട് സ്തോത്രം ഹല്ലേലൂയ നമ്മളെ വിധി എഴുതുമ്പോൾ, നമ്മളെ കുറ്റക്കാരെന്ന് പറയുമ്പോൾ, നമ്മുടെ അശുദ്ധന്മാരെന്ന് പറയുമ്പോൾ, നമ്മളെ പലയിടങ്ങളിൽ മാറ്റി വയ്ക്കുമ്പോൾ, മാറ്റി നിർത്തുമ്പോൾ സ്വർഗത്തിൽ ഒരുവൻ ഇരുന്നു കൊണ്ട് പറയാം, സ്തോത്രം നിങ്ങളെ വിശുദ്ധീകരിപ്പാൻ, നിങ്ങളെ നീതിമാന്മാരാക്കുവാൻ, കർത്താവിൻ്റെ സന്നിധിയിൽ നിഷ്കളങ്കരും നീതിയുള്ളവരുമാക്കുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരുവൻ വിളിച്ചു പറ, ഇതാ ഞാൻ വരുന്നു. എന്തിനു വേണ്ടിയാ വരുന്നത്? അവൻ വരുന്നത് അവന്റെ ശരീരത്തെ ഒരു യാഗമാക്കി മാറ്റുവാൻ. ഒന്നാമത്തെ പ്രമാണത്തിന്റെ അകത്ത് കൊടുത്ത നിയമത്താൽ ഒരു മനുഷ്യന്റെ പാപം മോചിച്ച് അവൻ നീതിമാനാകണമെങ്കിൽ
ആമേൻ ആട്ടുകൊറ്റന്റെ രക്തം വേണം, പശുക്കിടാവിന്റെ രക്തം വേണം. ഒരാട്ടുകൊറ്റനെ യാഗം കഴിക്കുന്നവൻ ആമേൻ 5-6 ലിറ്റർ ആമേൻ രക്തം ഒരുവന്റെ പേരിൽ അർപ്പിക്കപ്പെടുമ്പോൾ ഹല്ലേലൂയ എന്താ സംഭവിക്കുന്നത്? അവന്റെ പാപം ആമേൻ സ്തോത്രം മാറുകയല്ല, അവന്റെ പാപം മറയ്ക്കപ്പെടും. ഇന്ന് പകൽ നീതീകരിക്കപ്പെട്ടവർ ഇന്ന് പകൽ വായടക്കി മിണ്ടാതിരിക്കരുത്. ദൈവത്തിന് സ്തോത്രം പറഞ്ഞോളണം. ഒരുവൻ നമുക്ക് വേണ്ടി വന്നതുകൊണ്ടാണ് ഇന്ന് പകൽ ആമേൻ നമ്മെ ഓരോരുത്തരെയും നീതിമാന്മാരാക്കി ഇവിടെ ഇരുത്തിയിരിക്കുന്നത്. എന്നാൽ ഒന്നാമത്തെ പ്രമാണത്തിനകത്ത് ആമേൻ സ്തോത്രം 5-6 ലിറ്റർ ആമേൻ ഒരാട്ടുകൊറ്റന്റെ രക്തം കൊടുക്കുമ്പോൾ അവന്റെ പാപം ക്ഷമിക്കുകയല്ല, അവന്റെ പാപം ഇല്ലാതെയാകുകയല്ല, ഒരാണ്ടത്തേക്ക് അവന്റെ പാപം മറച്ചു കിട്ടും. 1 വർഷം കഴിഞ്ഞാൽ ആമേൻ പിന്നെയും അവന്റെ പാപം ക്ഷമിക്കുകയല്ല, അവന്റെ പാപം മറച്ചു കിട്ടാൻ അവൻ വീണ്ടും യാഗം കഴിക്കണം. നമുക്ക് ലഭിച്ച ദൈവത്തിന്റെ കരുണയോർത്താൽ ഒന്നാമത്തെ പ്രമാണത്തിനകത്തായിരുന്നെങ്കിൽ ഇന്ന് പകൽ നമ്മൾ 1 വർഷത്തിൽ 1 പ്രാവശ്യമാണ് ഇന്ന് പകൽ വന്നെങ്കിൽ ആമേൻ സ്തോത്രം നമ്മുടെ കയ്യിലെല്ലാം ആമേൻ സ്തോത്രം ഹല്ലേലൂയ ഓരോ കയറ് കാണുമായിരുന്നു. ഹല്ലേലൂയ ഓരോ മൃഗം ആമേൻ സ്തോത്രം ഹല്ലേലൂയ അവനവന്റെ പാപത്തിനൊത്തവണ്ണം. ചെറിയ പാപമാണ് ചെയ്തെങ്കിൽ പ്രാവും കുഞ്ഞു മതി. ആമേൻ അല്പം കൂടെ പാപം ചെയ്തവൻ ആമേൻ അവൻ ഹല്ലേലൂയ 1 വയസ്സ് പ്രായമുള്ള ആട്ടിൻകൊറ്റനെ ആമേൻ യാഗം കഴിക്കണം. അതിനേക്കാൾ പാപം ചെയ്തവരാണെങ്കിൽ ഹല്ലേലൂയ പശുക്കിടാവിനെ യാഗം കഴിക്കണം. ഒന്ന് ചിന്തിച്ചു നോക്കി, ഇതിനകത്തൊക്കെ ആടിന്റെയും മാടിന്റെയും ഇടുന്ന സൗണ്ട് ആമേൻ ഒന്ന് ചിന്തിച്ച് നോക്കിയ ഈ മൃഗങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്, അത് മിണ്ടാതെ നിൽക്കത്തില്ല, അതിങ്ങനെ മുറയിട്ട് ആമേൻ യാഗമാകുവാൻ വരുന്ന മൃഗത്തിനൊരു പ്രത്യേകതയുണ്ട്. ആമേൻ മനുഷ്യനേക്കാൾ പ്രത്യേക ജ്ഞാനം മൃഗങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. എന്തെന്നറിയാം? മഴ വന്നു നോക്കണം, ആദ്യം ആമേൻ സ്തോത്രം മൃഗങ്ങൾക്ക് അതറിയാം. ഇടിവെട്ടുമെങ്കിൽ മൃഗത്തിനറിയാം, മഴ പെയ്യുമെങ്കിൽ മൃഗത്തിനറിയാം. തിരിച്ചറിയുവാനുള്ള ആമേൻ സ്തോത്രം ഹല്ലേലൂയ ഒരു സെൻസ് അതിനുണ്ട്. അകത്ത് നടക്കുന്ന യാഗത്തിന്റെ ആമേൻ മൃഗത്തിന്റെ കരച്ചിലും അതിന്റെ രക്തത്തിന്റെ മണവും കേട്ടാൽ ആമേൻ യാഗമാകാൻ നിൽക്കുന്ന ആമേൻ മൃഗത്തിന് മിണ്ടാതിരിക്കത്തില്ല. അത് വായു തുറന്ന് അത് കരയും, അത് മുക്കറയിടും. ഇന്ന് പകൽക്കാലം നമുക്ക് വേണ്ടി ഒരുവൻ യാഗമായതുകൊണ്ട് ഇന്ന് പകൽ ദൈവകുഞ്ഞെ വായടക്കി വെച്ചിരിക്കരുത്. മൃഗങ്ങൾ പോലും ആമേൻ ഒരു യാഗമാകുന്നതിന് മുൻപ് അത് ആമേൻ കരയുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം ഒരുവൻ നമുക്ക് വേണ്ടി യാഗമായി തീർന്നത് കൊണ്ട് അവന്റെ സന്നിധിയിൽ ആമേൻ ഞാനും നിങ്ങളും ആമേൻ യാഗമാകേണ്ടടുത്ത് നമുക്ക് വേണ്ടി ഒരുവൻ തകർക്കപ്പെട്ടതുകൊണ്ട് ഇന്ന് പകൽക്കാലം അവന്റെ സന്നിധിയിൽ മൗനമായിരിക്കരുത്. ആമേൻ സ്തോത്രം. അവന്റെ മഹത്വത്തിനൊത്തവണ്ണം അവനെ ആമേൻ നമ്മൾ സ്തുതിക്കണം. ന്യായപ്രമാണ കാലഘട്ടത്തിൽ ആർക്കും ദൈവത്തോട് അടുത്തു വരാൻ കഴിയത്തില്ല. ഒന്നാമത്തെ പ്രമാണത്തിനകത്ത് ആമേൻ പ്രമാണം കൊടുക്കുവാൻ ദൈവം സീനായി പർവ്വതത്തിൽ ഇറങ്ങി വരുമ്പോൾ തന്നെ മോശെ വിളിച്ചിട്ട് പറഞ്ഞു, മോശയെ ഒരു മനുഷ്യനാകട്ടെ ഒരു മൃഗമാകട്ടെ ഞാൻ ഇറങ്ങുന്ന പർവ്വതം തുടരുത്. ദൈവത്തെ തുടരുതെന്നല്ല, ഞാൻ ഇറങ്ങി നിൽക്കുന്ന പർവ്വതത്തിൽ പോലും ഒരു മനുഷ്യനോ മൃഗമോ തൊടാൻ പാടില്ല. ആരെങ്കിലും തൊട്ടാൽ, ഒരു മനുഷ്യൻ തൊട്ടാൽ, ഒരു മൃഗം തൊട്ടാൽ അതിനെന്ത് ചെയ്യണം? ആമേ സ്തോത്രം ആമേ കല്ലെറിഞ്ഞോ അമ്പെയ്തോ എന്ന് പറഞ്ഞ കൈകൊണ്ടുപോലും അതിനെ തുടരുത്. ഇങ്ങനെയുള്ള ഒരു ന്യായപ്രമാണം ആമേൻ സ്വർഗത്തിലെ ദൈവം ആമേൻ കൊടുത്തു. ഹല്ലേലൂയ. പക്ഷേ ആ പ്രമാണം കൊണ്ട് ആരും നീതീകരിക്കപ്പെട്ടില്ല. എന്നാൽ ഇതാ ഒരുവൻ വിളിച്ചു പറയുക, ഇതാ ഞാൻ വരുന്നു. സ്വർഗത്തിൽ നിന്ന് ഒരുവൻ വിളിച്ചു പറയുകയാ. ഇന്ന് പകൽ ആമേ സ്തോത്രം ചിന്തിക്കണമേ ദൈവമക്കളെ. ആമേ ഒന്നാമത്തെ പ്രമാണത്തിലായിരുന്നു നമ്മൾ ജീവിച്ചിരുന്നതെങ്കിൽ നമ്മളിൽ എത്ര പേരിന്ന് പകൽക്കാലം ജീവിച്ചിരിക്കുമെന്ന് നമുക്കറിയത്തില്ല. മിസ്രൈമിലൂടെ ഇസ്രായേൽ മക്കൾ കടന്നു പോകുമ്പോൾ അവർ ദൈവത്തോട് പിറുപിറുത്തു. ഇന്ന് പകൽക്കാലം അവരൊന്ന് പിറുപിറുത്തതേയുള്ളൂ. അവൻ ദൈവത്തിന്റെ തീ ഇറങ്ങി, ഇസ്രായേലിന്റെ അതിരുകളിൽ ദൈവത്തിന്റെ തീ ഇറങ്ങി. അനേകം പേർ തീക്കിരയായി, അനേകം പേർക്ക് അഗ്നി സർപ്പത്തിന്റെ കടിയേറ്റു. ഹല്ലേലൂയ. ചെറിയ വാക്കുകൾ ആമേ ഹൃദയത്തിൽ ചെറിയൊരു കാഠിന്യം വന്നതേയുള്ളൂ. ഹല്ലേലൂയ. ദൈവത്തിന്റെ തീ ഇറങ്ങി അവരെ ദഹിപ്പിച്ചു കളഞ്ഞു. 3 പേര് വന്ന് ദൈവസന്നിധിയിൽ ഹല്ലേലൂയ മോശയോട് പറഞ്ഞു, മോശേ നിനക്ക് മാത്രമല്ല ആമേ യാഗപീഠത്തെ ശുശ്രൂഷിപ്പാൻ ഞങ്ങളും അഹരോന്യ കുടുംബത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാ, ഞങ്ങൾക്കും അവകാശമുണ്ട്. നീ ഞങ്ങളെ ഉപദേശിക്കണം.
താമസിക്കണ്ട. എന്താ സംഭവിച്ചത്? ഭൂമി വായ് പിളർന്ന് അവരെ വിഴുങ്ങിക്കളഞ്ഞു. ഒന്നാമത്തെ പ്രമാണത്തിനകത്ത് നിലവിളികളും കരച്ചിലും ആമേൻ മരണം മാത്രം നിലനിൽക്കുമ്പോൾ ഇതാ ഒരുവൻ സ്വർഗത്തിൽ നിന്ന് വിളിച്ചു പറയുക, ഇതാ ഞാൻ വരുന്നു, ഇതാ ഞാൻ വരുന്നു. ഒന്നാമത്തതിനെ ഞാൻ മാറ്റി, രണ്ടാമത്തതിനെ ഞാൻ സ്ഥാപിക്കും. ഒന്നാമത്തതിനെ ഞാൻ മാറ്റും, മരണത്തെ ഞാൻ മാറ്റും. ആമേൻ, ഹല്ലേലൂയ. പ്രമാണത്തെ ഞാൻ മാറ്റിയിട്ട് ഞാൻ രണ്ടാമത് ഒന്നിനെ സ്ഥാപിക്കും. രണ്ടാമതൊരു പ്രമാണത്തെ ഞാൻ സ്ഥാപിക്കും. അതെങ്ങനെയാ ഞാൻ സ്ഥാപിക്കുന്നത്? എൻ്റെ ശരീരത്തെ, ഹല്ലേലൂയ, ഞാനൊരു ശരീരം പ്രാപിക്കുക, എൻ്റെ ശരീരയാഗത്താൽ ആമേൻ ഞാൻ അതിനെ നിവർത്തിക്കും. ആമേൻ പറഞ്ഞു, കർത്താവിൻ്റെ ശരീരം നമുക്ക് വേണ്ടി. ആമേൻ, കർത്താവ് പറഞ്ഞു, ഇനി ഒരു മൃഗവും യാഗമാകണ്ട. ഹല്ലേലൂയ. മൃഗത്തെ യാഗമാക്കും തോറും ആണ്ടുതോറും എന്ത് ചെയ്യണം? ആണ്ടുതോറും മൃഗത്തെ യാഗം കഴിക്കണം. എത്ര മൃഗം നമുക്ക് വേണ്ടി അറുക്കപ്പെട്ടെന്നോ. മനുഷ്യൻ്റെ പാപത്തിന് വേണ്ടി ഒന്നും രണ്ടും മൃഗമല്ല, നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല. സമാഗമന കൂടാരത്തിൽ ശുശ്രൂഷിക്കുന്നത് 8000-ത്തിലധികം ശുശ്രൂഷകരുണ്ട്. ഒരു ദിവസം എത്ര യാഗം നടക്കുമെന്നറിയും, എത്ര മൃഗമാ അറുക്കപ്പെടുന്നത്. സ്വർഗം പറഞ്ഞു, ഇനി അതിനെ കൊല്ലണ്ട. ആമേൻ, സ്തോത്രം. ഇതാ ഞാൻ വരുന്നു, ഇതാ ഞാൻ വരുന്നു. ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ഒരു കുഞ്ഞാട് വിളിച്ചു പറഞ്ഞു, ഇനി ഭൂമിയിൽ ഒരു കുഞ്ഞാട് അറുക്കപ്പെടണ്ട. ആമേൻ, ഞാൻ വരാൻ പോവുകയാ. ഞാൻ വരും, ഞാൻ വരും, ഞാൻ വരും. ഞാൻ വന്നിട്ട് 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയല്ലയോ? നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മ അല്ലയോ? കർത്താവ് രണ്ടാമതൊരു നിയമം സ്ഥാപിക്കാം. എന്താ രണ്ടാമത്തെ നിയമത്തിൻ്റെ പ്രത്യേകത? രണ്ടാമത്തെ നിയമത്തിൻ്റെ പ്രത്യേകത, ഒന്നാമത്തെ നിയമത്തിൽ അവനോട് അടുത്തു വരുവാൻ ആർക്കും കഴിയത്തില്ല. അവനോട് അടുത്തു വരുന്നവൻ സൂക്ഷിക്കണം. ദൈവത്തിൻ്റെ സമാഗമന കൂടാരത്തിനകത്ത് ശുശ്രൂഷിക്കുന്നവർ പോലും അതിവിശുദ്ധ സ്ഥലത്ത്, ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങുന്ന സ്ഥലത്ത് ആണ്ടിലൊരിക്കൽ കയറാൻ പറ്റും, ഓടിച്ചാടി വരാൻ പറ്റത്തില്ല. എന്നാൽ രണ്ടാമത്തെ നിയമത്തിൽ ദൈവം ഒരു കാര്യം തീരുമാനിച്ചു. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ, എൻ്റെ ജനത്തെ, ഈ മനുഷ്യരെ, ആമേൻ, സ്തോത്രം, അവൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയിലേക്ക് വിളിക്കുവാൻ. രണ്ടാമത്തെ നിയമത്തിൻ്റെ പ്രത്യേകത, അകന്ന് നിന്നവരെ, ദൈവത്തിന് അന്യരും പരദേശികളുമായിരുന്നവരെ ദൈവത്തിൻ്റെ ഭവനക്കാരാക്കി മാറ്റി. ദൈവത്തിൻ്റെ ഭവനക്കാരാക്കി മാറ്റി. അതെങ്ങനെയാ അവൻ്റെ ഭവനക്കാരാക്കി മാറ്റിയത്? അവൻ്റെ ശരീരയാഗത്താൽ നമ്മളെ അവൻ്റെ ശരീരത്തിൻ്റെ ഭാഗങ്ങളാക്കി മാറ്റി. എഫെസ്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 30-ാം വാക്യം ഇങ്ങനെ പറഞ്ഞു, നാം അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളല്ലോ. ഇന്ന് പകൽ രണ്ടാമത്തെ നിയമം സ്ഥാപിച്ചപ്പോൾ നമ്മൾ ആരായി മാറി? ഇന്ന് പകൽ രണ്ടാമത്തെ നിയമം സ്ഥാപിച്ചപ്പോൾ നമ്മൾ ആരായി മാറി? ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി മാറി. ഇന്ന് പകൽ ഞാനും നിങ്ങളും ആരാ? എൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങൾ. എനിക്ക് 2 കൈയില്ലാതെ ജീവിക്കാൻ ഭയങ്കര കഷ്ടം. എൻ്റെ ഒരു കൈയുടെ, ഈ വലത് കൈയുടെ പ്രവൃത്തിയല്ല ഇടത് കൈ, ഇടത് കൈയുടെ പ്രവൃത്തിയല്ല വലത് കൈ. എൻ്റെ കാലിൻ്റെ പ്രവൃത്തി വേറെ, കൈയുടെ പ്രവൃത്തി വേറെ. എൻ്റെ കണ്ണിൻ്റെ പ്രവൃത്തി വേറെ, എൻ്റെ ചെവിയുടെ പ്രവൃത്തി. ഓരോ അവയവങ്ങൾക്കും ഓരോ പ്രവൃത്തി എന്ന പോലെ നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ഇന്ന് പകൽ ഞാൻ ആരാ? ഞാൻ കർത്താവിൻ്റെ ശരീരത്തിൻ്റെ ഒരു പാർട്ടാണ്, ഒരവയവമാണ്. ഇന്ന് പകൽ ദൈവകുഞ്ഞെ, അമ്മ രക്ഷിക്കപ്പെട്ട ദൈവ പൈതലെ, ഇന്ന് പകൽ അമ്മ നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ എൻ്റെ കർത്താവിൻ്റെ ശരീരത്തിൻ്റെ ഒരു അവയവമാണ്. കർത്താവില്ലാതെ എനിക്കും, ഞാനില്ലാതെ കർത്താവിനും. ഞാനിതുപോലെ ലോകത്തിൽ ദൈവകുഞ്ഞൻ നിന്നെ ആര് ആമേൻ മാറ്റി നിർത്തിയാലും, ആര് ഒറ്റപ്പെടുത്തിയാലും, ആര് നിന്നെ അശുദ്ധൻ എന്ന് പറഞ്ഞാലും, ഇന്ന് പകൽ നീ മനസ്സിലാക്കണം, ഞാൻ അവൻ്റെ ശരീരത്തിൻ്റെ ഒരു പാർട്ടാണ്. അവനെ പിരിഞ്ഞെനിക്കിരിക്കാൻ പറ്റുകയില്ല.
ഇന്ന് പകൽ ചിന്തിച്ചു നോക്കി, എൻ്റെ ഒരു കൈ വെട്ടിയെടുത്ത് മാറ്റിവെച്ചാൽ ഈ കൈക്ക് ചലിക്കാൻ പറ്റുമോ? എന്താ പറ്റാത്ത? ഈ ശരീരം ഉണ്ടെങ്കിലേ കൈക്ക് പ്രവർത്തിക്കാൻ പറ്റും. ഈ ശരീരം ഉണ്ടെങ്കിലേ കണ്ണിന് പ്രവർത്തിക്കാൻ പറ്റൂ. ഇന്ന് പകൽ രക്ഷിക്കപ്പെട്ട ദൈവ പൈതലെ, കർത്താവില്ലാതെ നിനക്ക് ചലിക്കാൻ പറ്റത്തില്ല. ഇന്ന് പകൽ രണ്ടാമത്തെ നിയമം വന്നപ്പോൾ അവൻ നമ്മളെ വിശുദ്ധരാക്കി മാറ്റി എന്നല്ല, അവൻ നമ്മളെ അവന്റെ ശരീരത്തിന്റെ ഒരു അവയവമാക്കി മാറ്റി. ഹല്ലേലൂയ. ഇനി അവനെ പിരിഞ്ഞ് എനിക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. അവനെ കൂടാതെ എനിക്ക് നടക്കാൻ പറ്റത്തില്ല, എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ഇന്ന് പകൽ തിരിച്ചറിയുന്നവർ ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം ചെയ്തോണം. ഈ അറിവ് പലപ്പോഴും നമുക്കില്ലാത്തത് കൊണ്ടാണ് ഞാൻ കുറവുള്ളവൾ എന്ന് പറഞ്ഞ് നമ്മൾ തന്നെത്താനെ നമ്മൾ മാറി. തിരുമേശ നമ്മുടെ മുമ്പിൽ ഒരുക്കപ്പെട്ടത് എന്തിനെന്നറിയാമോ? ഞാൻ അവൻ്റെ ശരീരത്തിൻ്റെ അവയവമായതുകൊണ്ടാണ്. അവയവമല്ലാത്ത സ്തോത്രം രണ്ടാമത്തെ നിയമത്തിനകത്ത് കയറിയ ഒരു വ്യക്തിയുടെ പ്രത്യേകത, ഈ കൂട്ടായ്മയിൽ നിന്ന് മാറാൻ പറ്റുകയില്ല. ഈ കൂട്ടായ്മയിൽ നിന്ന് മാറിയാൽ അവനുമായി നമുക്ക് എന്തില്ല? അവനുമായി നമുക്ക് ബന്ധമില്ല. നാം അവനിലാ വസിക്കുന്നത്, അവൻ നമ്മിലും. വചനം പറഞ്ഞു, ഒരുവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ. രണ്ടാമത്തെ നിയമത്തിന്റെ പ്രത്യേകത, ദാവീദ് ദൈവത്തെ സ്തുതിക്കുക, യഹോവേ നീ എൻ്റെ വെളിച്ചം, നീ എൻ്റെ രക്ഷ, നീ എൻ്റെ ജീവന്റെ ബലം. ആമേൻ. ദൈവമേ നീ എൻ്റെ ജീവന്റെ ബലം എന്ന് പറയുമ്പോൾ ദൈവം എവിടെ ഇരിക്കുന്നത്? ദാവീദ് പറയാം, ദൈവമേ നീ എൻ്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? നീ എൻ്റെ വെളിച്ചവും സ്തോത്രം എൻ്റെ ജീവന്റെ ബലവുമാകുന്നു. ഇത് പറയുമ്പോൾ ദൈവം എവിടെയായിരിക്കുന്നത്? ദൈവം സ്വർഗത്തിൽ. ദാവീദ് ഇത് പറയുമ്പോൾ ദൈവം എവിടെയായിരിക്കുന്നത്? ദൈവം സ്വർഗത്തിലിരിക്കുകയാ. പക്ഷെ ഇന്ന് പകൽ അത് ഒന്നാമത്തെ നിയമം. രണ്ടാമത്തെ നിയമത്തിൽ, രണ്ടാമത് കർത്താവ് സ്ഥാപിച്ച നിയമത്തിൽ ദൈവം എവിടെ ഇരിക്കുന്നത്? കർത്താവ് പറയാ, ഒരുവൻ എന്നിലും ഞാൻ അവനിലും. രണ്ടാമത്തെ നിയമത്തിന്റെ പ്രത്യേകത, അവനെ പിരിഞ്ഞ് നമുക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല. അവനില്ലാത്തൊരു കൂട്ടായ്മയില്ല, അവനില്ലാത്തൊരു ജീവിതമില്ല. അവനെ പിരിഞ്ഞിരിപ്പാൻ കഴിയത്തില്ല. ഒരു മീറ്റിങ്ങിനകത്ത് വന്നിട്ടല്ല അവനുമായുള്ള ബന്ധം. ഒരു ആരാധനക്കകത്ത് കയറുമ്പോഴല്ല അവനുമായുള്ള ബന്ധം. ഞാൻ എൻ്റെ വീട്ടിലിരിക്കുമ്പോൾ, ഞാൻ എൻ്റെ ഓഫീസിലിരിക്കുമ്പോൾ, ഞാൻ യാത്ര ചെയ്യുമ്പോൾ, അവൻ എല്ലാ ഇടത്തും എല്ലാ സമയത്തും ഞാനും അവനുമായി ആ കൂട്ടായ്മ ബന്ധം. അവൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ. എനിക്ക് മാറിയിരിക്കാൻ പറ്റുകയില്ല. അവനെ പിരിഞ്ഞിരിക്കാൻ കർത്താവ് നമ്മളെ പിരിഞ്ഞിട്ടില്ല. നമ്മുടെ ഉള്ളിലെ ചിന്തയാണ് നമ്മൾ ആരെ പിരിഞ്ഞിരിക്കുക. ആരാ പറഞ്ഞേ നിങ്ങൾ കുറവുള്ളവരാണെന്ന്? ആരാ പറഞ്ഞേ നിങ്ങൾ ബലഹീനരെന്ന്? ആരാ പറഞ്ഞേ? നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകൾ വന്നാൽ നമ്മൾ തന്നെ കുറവുള്ളവരാണെന്ന് പറഞ്ഞ് നമ്മളെ മാറിയിരിക്കുന്ന കർത്താവ് ഇന്ന് വരെ നമ്മളെ വിട്ട് എന്ത് ചെയ്തിട്ടില്ല. അവൻ ഉടമ്പടി ചെയ്ത സ്തോത്രം. കർത്താവിന് അവൻ്റെ ശരീരത്തിൻ്റെ അവയവമാണ്. കർത്താവിൻ്റെ അവയവം കർത്താവിൻ്റെ ഒരു കൈ ടാലിം ബ്രദർ ആണെങ്കിൽ വേറൊരു കൈ ജോസ് പാസ്റ്റർ. ഈ രണ്ട് കൈയും ഇല്ലാതെ അവൻ ഒരു പ്രവൃത്തി ചെയ്യുവാൻ കഴിയത്തില്ല. ഒരുവനെ സ്നാനപ്പെടുത്തണമെങ്കിൽ ഒരു കൈയുള്ള ഒരാളെ സ്നാനപ്പെടുത്തിയാൽ എങ്ങനെ ഇരിക്കും? ഞാൻ പറയാ, എനിക്ക് ഈ ആഴ്ച പറ്റത്തില്ല കർത്താവേ, ഞാൻ മാറിയിരിക്കും. ഇപ്പൊ ഒരു കൈയേ ഉള്ളൂ കർത്താവിന്. ഭൂമിയിൽ തൻ്റെ പ്രവൃത്തിയെ നിവർത്തിക്കാൻ മാറാൻ പറ്റുമോ? ഇന്ന് പകൽ ഞാൻ പറഞ്ഞു, ദൈവ പൈതലേ, നിങ്ങളെ വിളിച്ചത് കൈയടിച്ച് രണ്ട് പാട്ട് പാടി പോകാനല്ല, അവൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയ്ക്ക് വേണ്ടിയാ. അവൻ്റെ ശരീരത്തിൻ്റെ അവയവമായി ഈ പ്രപഞ്ചത്തിനകത്ത് അവൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തുവാൻ ഇന്ന് പകൽ നമ്മളെ വിളിച്ചത് അവൻ്റെ കൂട്ടായ്മയിലേക്കാ. ഹല്ലേലൂയ. എങ്ങനെയാ ഈ കൂട്ടായ്മയിലേക്ക് നമ്മളെ വിളിച്ചത്? അവിടെ പറയുന്നു, നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ, ഒരുവൻ തൻ്റെ ശരീരത്തെ നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? നുറുക്കി എന്ന് പറഞ്ഞ് നമുക്ക് വേണ്ടി തകർത്തു. എന്നിട്ട്
അവൻ നമ്മളെ അവന്റെ അവയവമാക്കി മാറ്റി. ഒരുവൻ കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? അവന്റെ ശരീരം നുറുക്കപ്പെട്ടു. നമ്മളിവിടെ തിരുവത്താഴത്തിന്റെ അപ്പം എടുക്കുമ്പോൾ നമ്മൾ പറയും ഇത് കർത്താവിൻ്റെ ശരീരമാകുന്നു. എന്നിട്ട് അതിലെ ഓരോ നുറുക്കും നമ്മൾ എടുത്ത് നമ്മൾ ഭക്ഷിക്കുമ്പോൾ ഒരുവൻ 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറി ക്രൂശിൽ നുറുക്കപ്പെട്ടു. ഇന്ന് പകൽ അവൻ നുറുക്കപ്പെട്ടത് എന്തിനെന്നറിയാമോ? അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളായി നമ്മളെ മാറ്റുവാൻ. ഇന്ന് പകൽ ഈ കൂട്ടായ്മയ്ക്കകത്ത് നിന്ന് നമുക്ക് പുറത്തു പോകാൻ പറ്റത്തില്ല. സ്തോത്രം. അവൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മ. സ്തോത്രം. ഹല്ലേലൂയ. എന്നെയും നിങ്ങളെയും അവൻ്റെ ശരീരത്തോട് ഏകീഭവിച്ചു. സ്തോത്രം. ഒരു ശരീരമാക്കി മാറ്റി. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽ ഒന്ന് ചിന്തിക്കണം. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ശരീരത്തെ കർത്താവിൻ്റെ ശരീരത്തെയും ഏകീഭവിപ്പാൻ തക്കവണ്ണം അവൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയിലേക്ക് ഇന്ന് പകൽ നമ്മളെ ദൈവം വിളിച്ചിരിക്കുകയാണ്. എഫെസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നു. എഫെസ്യർക്ക് എഴുതിയ ലേഖനം സ്തോത്രം. ഹല്ലേലൂയ. 1-ാം അധ്യായം 21-ാമത് വാക്യം വായിക്കാം. സ്വർഗത്തിൽ തന്റെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും. ഇന്ന് പകൽ ദൈവം പറയാ, എന്തിനാ നിങ്ങളെ ശരീരത്തിന്റെ കൂട്ടായ്മയിലേക്ക് കർത്താവ് നമ്മളെ വിളിച്ചത്? വിളിച്ചതെന്തിനാന്ന് ചോദിച്ചാൽ സ്വർഗത്തിലെ തൻ്റെ സ്വർഗത്തിലെ സകല വാഴ്ചകൾക്കും അധികാരത്തിനും സ്വർഗത്തിലെ സകല വാഴ്ചകൾക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ള ലോകത്തിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവന്റെ കാൽ കീഴാക്കി വെച്ച്. ആരുടെ കാൽ കീഴ്? യേശു ക്രിസ്തുവിന്റെ കാൽ കീഴ്. സകലതും അവന്റെ കാൽ കീഴാക്കി വെക്കുകയും അവനെ സർവത്തിനും മീതെ തലയാക്കി. ആമേൻ. ആരെ? കർത്താവ് യേശു ക്രിസ്തുവിനെ സകലത്തിനും മീതെ തലയാക്കി വെക്കുകയും എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ, ശ്രദ്ധിച്ചു കേൾക്കണമേ, എല്ലാറ്റിനും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് അവന്റെ ശരീരമാകുന്ന സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. ഇന്ന് പകൽ കർത്താവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയിലേക്ക് എന്നെ നിങ്ങളെ വിളിച്ചതെന്തിനാ? സ്വർഗത്തിലെ സകല അധികാരങ്ങളും സകല വാഴ്ചകളും സകല ശക്തിക്കും സകല കർത്തൃത്വത്തിനും ഇന്ന് പകൽ ദൈവകുഞ്ഞ് നിന്നെ അധിപതിയാക്കുവാൻ, നിന്നെ അധികാരമുള്ള വ്യക്തിയാക്കുവാൻ ഇന്ന് പകൽ ദൈവകുഞ്ഞെ ദൈവം നിങ്ങളെ വിളിച്ചത് എന്തിനെന്നറിയാമോ? ഇന്ന് പകൽ അവന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയിലേക്ക് വിളിച്ചത് എന്തിനെന്നറിയാമോ? സ്വത്ര പിശാചിന്റെ ചവിട്ടുകൊണ്ട് ജീവിതം മുഴുവനും കരഞ്ഞും ഹല്ലേലൂയ കരഞ്ഞു തീർക്കാൻ അല്ല. ഇന്ന് പകൽ സ്വർഗത്തിന്റെ ആധിപത്യത്തെ ഭൂമിയിൽ നടപ്പിലാക്കാൻ അവൻ ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുകയാ. ഹല്ലേലൂയ. സ്വർഗം പറയുക, ഇതാ ഞാൻ വരുന്നു. എന്തിനാ ഞാൻ വരുന്നത്? സ്തോത്രം. ഹല്ലേലൂയ. പാതാളത്തിന്റെ ശക്തികളെ തകർക്കുവാൻ തക്കവണ്ണം ഒരു തലമുറയെ എന്റെ ശരീരത്തിന്റെ ഭാഗമാക്കി, എന്റെ അവയവമാക്കി അന്ധകാര ശക്തികളോട് പോരാടുവാൻ. ഇന്ന് പകൽ ഞാൻ പറയാ, കുഞ്ഞ്, നിനക്ക് അവന്റെ അവയവമാണെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? ഇന്ന് പകൽ ദൈവം നിന്നെ ഇന്ന് പകൽക്കാല സ്വർഗത്തിന്റെ ആധിപത്യങ്ങളെ ഭൂമിയിൽ നടപ്പിലാക്കാൻ അവന്റെ അവയവമാകാൻ ഇന്ന് പകൽ ഇതിനകത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽ സ്വർഗം സന്തോഷിക്കും. ഹല്ലേലൂയ. അവൻ നുറുക്കപ്പെട്ടത് സ്വർഗത്തിന്റെ ആധിപത്യം ഭൂമിയിൽ നടപ്പിലാക്കാൻ. സ്വർഗത്തിന്റെ ആധിപത്യം ഇന്ന് പകൽക്കാലം ഈ ലോകത്തിന്റെ ആധിപത്യം ദൈവകുഞ്ഞ് നിനക്കെതിരായി വരുമ്പോൾ, നിന്റെ കുടുംബത്തിനെതിരായി വരുമ്പോൾ, നിന്റെ സ്നേഹിതർക്കെതിരായി വരുമ്പോൾ, നീ പാർക്കുന്ന പട്ടണത്തിന് വിരോധമായി അന്ധകാര ശക്തികൾ, ഈ ലോകത്തിന്റെ അധികാരങ്ങൾ വരുമ്പോൾ സ്വർഗത്തിന്റെ ആധിപത്യം അവൻ വഹിച്ചുകൊണ്ട് ഭൂമിയിൽ നിൽക്കാൻ, അവന്റെ ഒരു അവയവമാകാൻ ഇന്ന് പകൽ നിന്നെ തിരഞ്ഞെടുത്തെന്ന് പറഞ്ഞാൽ ഇന്ന് പകൽ നിനക്ക് മൗനമായി
ഇരിപ്പാൻ കഴിയത്തില്ല. ഓ റബ ശംദന രഗദന റിബല ബൗഡമന റിഗദന വൈഡമന അന്തൽ പ്രൗഡമന രഗദന സിഹ. ഇന്ന് പകൽ സ്വർഗം നിന്നെ വിളിച്ചത് എന്തിനെന്നറിയാമോ? സ്വർഗത്തിലെ ആമേ സകല അധികാരങ്ങൾക്കും അധിപതിയായിരുന്നു. ഞാൻ പറയാം, ഇന്ന് പകൽ പിശാചിന്റെ ചവിട്ടുകൊണ്ട്, പിശാചിന്റെ ഞെരുക്കത്തിനകത്ത്, പിശാചിന്റെ ആമൻ ഒതുക്കി വച്ചിരിക്കുന്ന മണ്ഡലങ്ങളിൽ നീ ഒതുങ്ങി പോകാനല്ല, ഇന്ന് പകൽ ചിലതിനെ കുടഞ്ഞു കളയാൻ സ്വർഗത്തിന്റെ അധികാരം പ്രാപിച്ച അവൻ പൗലോസിന്റെ കയ്യിൽ അണലി കടിച്ചു. അവൻ കൊണ്ടു നടക്കുകയല്ല. ഇന്ന് പകൽ ബർബരന്മാർ തീയിട്ടപ്പോൾ, ബർബരന്മാർ തീ കത്തിച്ചപ്പോൾ അവൻ പൗലോസ് മിണ്ടാതിരുന്നില്ല. അവനും വിറകെടുത്തു. അവൻ എന്താ പൗലോസേ, ബർബരന്മാർ കത്തിക്കുന്ന തീക്കകത്ത് ചൂട് മാറിയാൽ പോരെ? പൗലോസേ, നിന്റെ ആവശ്യം എന്താ? ഞങ്ങളുടെ ആവശ്യം രാത്രി മുഴുവനും കടൽ വെള്ളത്തിൽ കടന്ന് ഞങ്ങളുടെ ശരീരം തണുത്തുറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ചോദിക്കാം, പൗലോസേ, ബർബരന്മാരുടെ തീക്കകത്ത് നിന്റെ തണുപ്പ് മാറിയാൽ പോരെ? പാമേൻ, ഉയരത്തിന്റെ ശക്തി പ്രാപിച്ചവൻ, ഉയരത്തിന്റെ അധികാരമുള്ളവൻ, അവൻ പറയൂ, എനിക്ക് തണുപ്പ് മാറിയാൽ പോരാ. അവൻ ബർബരന്റെ തീക്കകത്ത് ആമേൻ കത്താത്ത ഒരു സാധനം ഇന്ന് പകൽ ഒരാധിപത്യം തകരാൻ പോവുകയാ. അഭിഷേകം പ്രാപിച്ചവൻ മിണ്ടാതിരുന്നില്ല. അവൻ വിറക് പറക്കി. അവൻ പറഞ്ഞു, ഞാനൊരു തീയിടും. അവൻ ഇന്ന് പകൽ ബർബരന്റെ തീക്കകത്ത് വേവാത്ത, ബർബരന്റെ തീക്ക് ഒതുക്കാൻ കഴിയാത്ത ഒരാധിപത്യത്തെ ഞാൻ അതിനെ തകർക്കും. ഇന്ന് പകൽ ഞാനിടുന്ന തീക്കകത്ത്, ഇന്ന് പകൽ ദൈവകുഞ്ഞേ, നിന്റെ ജീവിതത്തിനകത്ത് പതിയിരിക്കുന്ന ചില അണലികൾ, ചില സർപ്പത്തിന്റെ ശക്തികൾ ഇന്ന് പകൽ പുറത്തിറങ്ങണമെങ്കിൽ അവൻ നിന്റെ മേൽ നീ വിറക് പറക്കണം, നീ തീയിടണം. നിന്റെ തീക്കകത്ത് ചിലത് ഇന്ന് താമൻ നശിക്കും. കാലങ്ങൾ കൊണ്ട് നിന്റെ അവകാശത്തിനകത്ത് പതിയിരിക്കുന്ന, നിന്റെ ആധിപത്യത്തിനകത്ത് പതിയിരിക്കുന്ന ചില സർപ്പത്തിന്റെ ശക്തികൾ ഇന്ന് പകൽ അത് കാമൻ, അത് ചാകണമെങ്കിൽ ഇന്ന് പകൽ നിന്നിൽ തീ കത്തണം. നീടുന്ന തീ, ബർബരനിടുന്ന തീക്കകത്ത് ആമെ കുളിര് മാറ്റി പോകുന്ന കാലം കഴിഞ്ഞു. ബർബരനിടുന്ന തീക്കകത്ത്, ആരെങ്കിലും ഇടുന്ന തീക്കകത്ത് നിന്റെ തണുപ്പ് മാറി പോകുന്ന കാലം കഴിഞ്ഞു. ഇന്ന് പകൽക്കാലം അവന്റെ ശരീരത്തിന്റെ അവയവമാണോ? ഇന്ന് പകൽക്കാലം ദൈവവൈദ്യനെ നീ പറ, ആമേ സ്തോത്രം, ആരെങ്കിലും ഇടുന്ന തീക്കകത്ത് ആമേ തണുപ്പ് മാറി പോകാനല്ല ദൈവം എന്നെ വിളിച്ചത്. ഞാൻ ഇടുന്ന തീക്കകത്ത് ചില ആധിപത്യങ്ങൾ വെന്തൊഴുകും. കാലങ്ങൾ കൊണ്ട്, കാലങ്ങൾ കൊണ്ട് മെലിത്ത പട്ടണത്തെ ഭരിക്കുന്ന ആധിപത്യം. ദൈവകുഞ്ഞ, നിന്റെ അകത്തൊരു തീയുണ്ട്, അത് പുറത്തു വരാതെ വണ്ണ്. അവൻ ബർബരന്മാരുടെ തീ നിന്റെ അകത്തെ തീയുടെ ബലത്തെ കെടുത്തുന്നെങ്കിൽ ഇന്ന് പകൽ പറ. ആരെങ്കിലും കത്തിക്കുന്ന തീക്കകത്തല്ല നിന്റെ ചൂട് തണുപ്പ് മാറേണ്ടത്. ഇന്ന് പകൽ ദൈവകുഞ്ഞെ, നിന്നിലൊരു തീ വീഴണം, നിന്നിലൊരു തീ കത്തണം. നിന്നിലൊരു തീ കത്തിയാൽ ഹല്ലേലൂയ, ചിലത് പുറത്തു വരും, ചിലത് പുറത്തു വരും, ചിലത് പുറത്തു വരും. കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ട സകല മനുഷ്യരും ബർബരന്മാരിട്ട തീക്കകത്ത് നിന്ന് തണുപ്പ് മാറ്റുക. നിന്നിൽ തീ കത്തിയില്ലെങ്കിൽ, നിന്നിൽ തീ കത്തിയ നിന്റെ കുടുംബത്തിനകത്ത് മറഞ്ഞിരിക്കുന്ന ചില അണലി സർപ്പങ്ങളുണ്ട്. ഇന്ന് പകൽ അത് പുറത്തു വരണം, അത് പുറത്തു വരണം. പൗലോസേ, സ്വർഗത്തിന്റെ ആധിപത്യം നിന്റെ മേലുണ്ടോ? നീ കത്തിക്കുന്ന തീക്കകത്ത് ഇന്ന് പകൽ ചിലത് പുറത്തു വരും, പുറത്തു വരും ചിലത്. ഇവ കുഞ്ഞെ, മതി മതി, കരഞ്ഞത് മതി, ഞരങ്ങിയത് മതി. നിന്നെ ഒതുക്കി വെച്ച ആധിപത്യത്തെ ഇന്ന് പകൽ നീ വെട്ടാമെങ്കിൽ, നിന്നെ തീ കത്താമെങ്കിൽ ചിലത് പുകഞ്ഞ് പുറത്തു വരും. കാലങ്ങളായി നീ അറിയാതെ നിന്റെ വിറകിനകത്ത്, നിന്റെ വീട്ടിനകത്ത് പതിയിരിക്കുന്ന ചില സർപ്പശക്തികൾ ഇന്ന് പകൽ നിന്നിൽ കത്തുന്ന തീക്കകത്ത് പുറത്തു വരട്ടെ, പുറത്തു വരട്ടെ. നിന്റെ തലമുറയെ അത് കടിച്ചു, നിന്റെ തലമുറയെ പിടിച്ചുകൊണ്ടുപോയി അവൻ പിന്മാറ്റത്തിലാക്കി. ഇന്ന് പകൽ
നിന്നിൽ ഒരു തീ കത്തിയാൽ ഇവിടെ ഇന്ന് ആരാധിക്കുമ്പോൾ നിന്റെ വീട്ടിനകത്ത് ആമേൻ പതി കിടക്കുന്ന മറഞ്ഞിരിക്കുന്ന സർപ്പത്തിന്റെ ശക്തികൾ, നിന്റെ തലമുറ മേൽ കിടക്കുന്ന സർപ്പത്തിന്റെ ശക്തികൾ ഇന്ന് പകൽ അത് പുറത്തു വരും. അത് പുറത്തു വരും. നിന്നെ ഒതുക്കിയ നിന്റെ നന്മകളെ, നിന്റെ അവകാശത്തെ ഒതുക്കിയ ചില സർപ്പത്തിന്റെ ശക്തികൾ ഇന്ന് പകൽ അത് പുറത്തു വരട്ടെ. ഇന്ന് പകൽ അത് പുറത്തു വരട്ടെ. ചില ആധിപത്യങ്ങൾ പൊളിയട്ടെ, പൊളിയട്ടെ, പൊളിയട്ടെ. കാലങ്ങൾ കൊണ്ട് അവൻ വാണ വാഴ്ച ഇന്ന് പകൽ ദൈവകുഞ്ഞ നിന്റെ മേൽ കിടക്കുന്ന അധികാരത്താൽ അത് പുറത്തു വരട്ടെ. വെറുതെ അല്ല 40 ദിവസം ദൈവസഭയ്ക്ക് വേണ്ടി ഉപവസിച്ചത്, ദൈവസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. ഇന്ന് പകൽ ആധിപത്യം പൊളിയാതിരുന്നാൽ ആധിപത്യം പൊളിയും. ഇന്ന് പകൽ ദൈവകുഞ്ഞ നിന്നിൽ ഒരു തീ ഉണ്ടോ? ഇന്ന് പകൽ ചിലത് പുറത്തു വരും. ആമേൻ സ്തോത്രം. ദൈവകുഞ്ഞ നീ അതിനെ കുടഞ്ഞു കളയും. സ്വർഗത്തിലെ അധികാരമുള്ളവന്റെ കയ്യിൽ അധിക സമയം തൂങ്ങിക്കിടക്കാൻ പറ്റത്തില്ല. ആമേൻ. നിന്റെ ശത്രു മാറി നിന്ന് ആമേൻ സ്തോത്രം ഹല്ലേലൂയ അവനിപ്പോൾ ആമേൻ ചാകും, അവന്റെ ശരീരം വീർക്കും. ആമേൻ. അവൻ ഹല്ലേലൂയ ആമേൻ ഇന്ന് പകൽ ആമേൻ അവൻ തീർന്നു എന്ന് പറയുന്ന സ്ഥാനത്ത് ആമേൻ തീരുകയല്ല, നിന്നെ തീർക്കാൻ വരുന്നവരെ കൂടെ നീ ആത്മാവിൽ കവരുന്ന ഒരു മണ്ഡലം. ഇന്ന് പകലാധിപത്യ സ്വർഗത്തിന്റെ വാഴ്ച, സ്വർഗത്തിന്റെ അധികാരം, സ്വർഗത്തിന്റെ ആധിപത്യ ഇന്ന് പകൽ അവന്റെ ശരീരമാകുന്ന അവന്റെ സഭയുടെ മേൽ ആ ആധിപത്യം വെളിപ്പെട്ടാൽ എല്ലാ നുകകളും തകരാം. കാലങ്ങൾ കൊണ്ട് കർത്താവേ ഈ പട്ടണത്തിന്റെ നടുവിൽ ശത്രു കെട്ടി ഉയർത്തി വെച്ചിരിക്കുന്ന അവന്റെ ആധിപത്യങ്ങൾ ഇന്ന് പകൽക്കാലം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അത് തകർന്നു പോകട്ടെ. കുടുംബങ്ങളുടെ മേൽ, തലമുറകളുടെ മേൽ ഇട്ടിരിക്കുന്ന ശത്രുവിന്റെ ആധിപത്യങ്ങൾ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ അത് തകർന്നു പോകട്ടെ. അതിന്റെ ബലം ക്ഷയിച്ചുമാകട്ടെ. നമ്മളെ കർത്താവിന്റെ ശരീരമാക്കി മാറ്റി. അവന്റെ ശരീരം ക്രിസ്തു സഭയുടെ തല. എന്നെയും നിങ്ങളെയും കർത്താവിന്റെ ശരീരത്തിന്റെ ഭാഗമാക്കി. ഇന്ന് പകൽ ലോകം പറയും, ലോകത്തിന് പല അഭിപ്രായമാണല്ലോ, നമ്മളെക്കുറിച്ച് പലതും പറയും. പക്ഷേ ഞാൻ പറഞ്ഞു, ലോകം നമ്മളെന്തോ പറയട്ടെന്നേ, ആരോ നമ്മളെന്തോ പറയട്ടെന്നേ. സ്വർഗം നോക്കിയിട്ട് പറയും, എൻ്റെ ശരീരം അതാ നടക്കുന്നു. ഓ, കർത്താവിൻ്റെ ശരീരം നടക്കുന്നിടത്ത് ഒറ്റയ്ക്കല്ല നടക്കുന്ന, കർത്താവിൻ്റെ ദൂതന്മാരിറങ്ങി നടക്കുക. ദൈവകുഞ്ഞ് നീ പോകുമ്പോൾ നിന്റെ ചുറ്റിലും ദൂതന്മാർ, സ്വർഗത്തിലെ ദൂതന്മാർ നിന്നോട് കൂടെ നടക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽ കുറ്റം പറയുന്നവൻ മാറി നിന്നല്ലോ. ആമേൻ. അവന്റെ ആയുസ് മുഴുവനും കുറ്റം പറയുമ്പോൾ ആമേൻ നീ ദൈവത്തോടു കൂടെ നടക്കും. നിന്റെ മേൽ അധികാരം വെളിപ്പെടും, നിന്റെ മേൽ ആധിപത്യം വെളിപ്പെടും. സ്വർഗത്തിലെ സകല വാഴ്ചയും സകല അധികാരത്തിനും സകല ശക്തിക്കും സകലത്തിനും മീതെ നീ കർത്തൃത്വം നടത്തും. പിശാചല്ല നമ്മളെ കർത്തൃത്വം നടത്തുന്നത്. ഞാൻ പറഞ്ഞു, ലോകമല്ല നമ്മൾ ആരാണെന്ന് ആമേൻ സ്തോത്രം പറയേണ്ടത്. എൻ്റെ തലമുറ ആരാകുമെന്ന് ആമേൻ ലോകമല്ല പറയേണ്ടത്. എൻ്റെ ബന്ധുമിത്രാദികളോ ചാർച്ചക്കാരോ നാട്ടുകാരോ അല്ല. ആമേൻ സ്തോത്രം. എൻ്റെ തലമുറ എന്താകണമെന്ന് ആമേൻ ഞാൻ പറയും. കാരണം സ്വർഗത്തിന്റെ ആധിപത്യം എൻ്റെ മേൽ കിടക്കുന്നു. അവൻ എനിക്കത് തന്നതുകൊണ്ട്, സ്വർഗത്തിന്റെ അധികാരം എൻ്റെ മേലുള്ളത് കൊണ്ട്, അവൻ സകലത്തെയും വാഴുവാനുള്ള വാഴ്ച എനിക്ക് ദൈവം തന്നതുകൊണ്ട് ഞാൻ പറയും. 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 4:10 പറയുന്നു, യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന്. യേശുവിൻ്റെ ജീവൻ, കർത്താവിൻ്റെ ജീവൻ എവിടെയാ ഉള്ളത്? എൻ്റെ ശരീരത്തിൽ. കർത്താവിൻ്റെ ശരീരവും എൻ്റെ ശരീരവുമായി ഏകീഭവിച്ചപ്പോൾ അവൻ്റെ ജീവൻ എന്ത് ചെയ്തു? ഈ ശരീരത്തിൽ വ്യാപരിച്ചു. ഇത് പകൽ എൻ്റെ ശരീരത്തിൽ എന്തുണ്ട്? എൻ്റെ ശരീരത്തിൽ മരണമല്ല, എൻ്റെ ശരീരത്തിൽ ജീവൻ വ്യാപരിക്കുന്നെങ്കിൽ എൻ്റെ തലമുറകളുടെ മേലും ജീവൻ വ്യാപരിക്കും. എൻ്റെ കുടുംബത്തിനകത്ത് ആ ജീവൻ വ്യാപരിക്കും. എൻ്റെ ശരീരത്ത് യേശുവിൻ്റെ ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ പോകുന്ന എല്ലായിടത്തും എന്തുണ്ട്? ജീവനുണ്ട്. ഒരു പട്ടണത്തിൽ നിന്ന്
ഒരമ്മയുടെ ഏക നൈൻ എന്ന പട്ടണത്തിൽ ഒരമ്മയ്ക്ക് ഒരു മകൻ, അവൻ മരിച്ചുപോയി. അവനെ കൊണ്ടൊരു വിലാപയാത്ര, മരണം വരികയാണ്. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ആ പട്ടണവാതിൽക്കലേക്ക് ആര് പോവുക? ജീവൻ നടന്നു പോവുക. ജീവൻ നടന്നുപോയി. ആമേൻ, ഹല്ലേലൂയ. അവിടെ എത്തിയപ്പോൾ മരണം എന്ത് ചെയ്തു? മരണം നിന്നു. ശവമഞ്ച അവിടെ എന്ത് ചെയ്തു? മരണം നിന്നു. ഞാൻ പറഞ്ഞു, ജീവൻ വെളിപ്പെടുന്നിടത്ത് മരണം സ്റ്റോപ്പാകും. മരണത്തിന് ചലിക്കാൻ പറ്റുകയില്ല. മരണം സ്റ്റോപ്പായി. ജീവൻ അതിനെ തൊട്ടു. ജീവൻ അതിനെ തൊട്ടു. മരണം മാറി മരിച്ചവൻ എന്ത് ചെയ്തു? അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ ഞാൻ പറയുന്നു, അതേ ജീവൻ, യേശു പറയാ, അതേ ജീവൻ ഇപ്പൊ എവിടെ ഇരിക്കുക? അപ്പൊ ജീവൻ എന്റെ ശരീരത്തില. ഇനി യേശു നൈൻ എന്ന പട്ടണത്തിൽ വരത്തില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ചില പട്ടണത്തിനകത്ത് കയറും. ചില മരണത്തിന് വിധിക്കപ്പെട്ട് കിടക്കുന്ന ചിലരുടെ മേൽ നമ്മൾ തോടും. മരണം ആ കുടുംബത്തെ വിട്ടുമാറും, വ്യക്തിയെ വിട്ടുമാറും. ആമേൻ. അവരുടെ മേൽ ജീവൻ ചലിക്കും. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, ദൈവമക്കൾ തല ഉയർത്തി നടക്കണം, അഭിമാനത്തോടെ നടക്കണം. ജീവിക്കണ സമയം തല ഉയർത്തി എന്ത് ചെയ്യും? പിശാചിന്റെ ഭീഷണികൾക്ക് തല കുനിച്ചിരിക്കാനല്ല, പിശാചിന്റെ വാക്കുകൾക്ക് ദൈവകുഞ്ഞ നീ തകർന്നിരിക്കാനല്ല, നീ തല ഉയർത്തണം. മരണം നിന്റെ വീട്ടിൽ കയറത്തില്ല. മരണം നിന്റെ തലമുറയെ തൊടത്തില്ല. മരണത്തിന്റെ ശക്തിക്ക് നിനക്ക് കൂട്ടായ്മയില്ല. നീ ജീവന്റെ ശക്തിയാ. നീ പോകുന്നിടത്ത് ജീവനുണ്ട്. ദൈവകുഞ്ഞ, നീ ഒരു സ്ഥാപനത്തിനകത്ത് ജോലിക്ക് കയറിയാൽ അവിടെ ജീവൻ വ്യാപരിക്കുന്നു. നിനക്കെതിരായി ഒരു വ്യക്തിക്ക് നിൽക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവർ ആകുവാൻ അഭിമാനിക്കുന്നു. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും, ജീവിച്ചാലും മരിച്ചാലും നമ്മൾ ആരെ പ്രസാദിപ്പിക്കുന്നവരാകും? പറഞ്ഞേ, ആരെ പ്രസാദിപ്പിക്കുന്ന? ദൈവത്തെ. നമ്മളൊരു ജീവിതം, നമ്മൾ മനുഷ്യനെ ഒന്നും പ്രസാദിപ്പിക്കാൻ പോകണ്ട. നമ്മൾ ആരെ പ്രസാദിപ്പിക്കണം? ദൈവത്തെ. ഞാൻ ജീവിച്ചാലും മരിച്ചാലും ഞാൻ ആരെ പ്രസാദിപ്പിക്കും? ഞാൻ കർത്താവിനെ പ്രസാദിപ്പിക്കും. ഈ ഒരു ജീവിതം കൊണ്ട് കർത്താവിനെ പ്രസാദിപ്പിക്കുന്നവരായാൽ, എന്ന് പറഞ്ഞാൽ ഈ ഒരു ജീവിതം കൊണ്ട് കർത്താവിനെ സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞാൽ, അവൻ്റെ ശരീരം നമുക്ക് വേണ്ടി നുറുക്കി തന്നത് പിശാചിന്റെ ചവിട്ടുകൊണ്ട് ജീവിതം തീർക്കാനല്ല, സ്വയം അങ്ങ് ഒതുങ്ങും. കർത്താവിനൊന്നും ചെയ്യാൻ പറ്റുകയില്ല. നമ്മളെ തന്നെ എന്ത് ചെയ്യും? സ്വയം. ഇന്ന് പകൽ പുറത്തു പറഞ്ഞു, സ്വയം ഒതുക്കുക. നമ്മൾ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും നമ്മളെ ഒതുക്കാൻ. ശിംശോന്റെ അടുക്കൽ തൻ്റെ സ്വന്തക്കാരി എന്ന് പറഞ്ഞു, ഫെലിസ്തീർ നിന്നെ കൊടുത്തില്ലെങ്കിൽ ഞങ്ങളെല്ലാം തകർത്ത് കളയും. നീ ഫെലിസ്തീന് മുമ്പ് പിടികൊടുക്കണം. ശിംശോൻ ഒറ്റ കാര്യം പറഞ്ഞ്, നിങ്ങൾ എന്നെ ഒതുക്കരുത്. നിങ്ങൾ എന്നെ, ഫെലിസ്തീർ എന്ത് വേണോ ചെയ്തോട്ടെ. അപ്പോൾ പറഞ്ഞു, ഞങ്ങളൊന്നും ചെയ്യുകയില്ല. അവനെ പുതിയ കയറുകൊണ്ട് കെട്ടി ചുമലിലെടുത്തു, ഫെലിസ്തീരെ മുമ്പ് കൊണ്ട് ഇട്ടു കൊടുത്തു. അവനറിയാം ഈ ലോകത്തിൻ്റെ ശക്തികൾക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല. അവൻ്റെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തി. ഒരു സിംഹത്തെ, അവൻ്റെ നേരെ വന്നൊരു സിംഹത്തെ അവൻ കീറിക്കളഞ്ഞെങ്കിൽ അവനറിയാം എൻ്റെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തി. ഞാൻ പറഞ്ഞു, സ്വയം ഒതുങ്ങിപ്പോകരുത്. പിശാചിന് ദൈവകുഞ്ഞെ നിന്നെ ഒതുക്കാൻ പറ്റത്തില്ല. പക്ഷെ നിങ്ങൾക്ക് സ്വയം എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഒതുക്കാൻ പറ്റും. നിങ്ങൾ ഒതുങ്ങി കൊടുക്കരുത്. എന്ത് പകൽ പറഞ്ഞു, ഞാൻ ജീവിച്ചാലും മരിച്ചാലും ഞാൻ എൻ്റെ ദൈവത്തെ പ്രസാദിപ്പിക്കും. മനുഷ്യനല്ല. ഈ മനുഷ്യൻ്റെ മുഖത്ത് നോക്കരുത്. മനുഷ്യൻ്റെ മുഖത്ത് നോക്കിയാൽ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റില്ല. ഇന്ന് പകൽ എല്ലാ കണ്ണുകളും അടയ്ക്കട്ടെ. എൻ്റെ ശരീരത്തിൽ ഒരു ജീവൻ വ്യാപരിക്കുന്നു. ഞാൻ സ്തോത്ര ഹല്ലേലൂയ ലോകത്തിൻ്റെ ഒരു വ്യക്തിയല്ല. ഞാൻ ഇന്ന് പകൽ ഞാൻ ആരാ?
ഞാൻ അവൻ്റെ ശരീരത്തിൻ്റെ അവയവമാണ്. ഇന്ന് പകൽ എല്ലാ കണ്ണുകളും അടങ്ങട്ടെ. ഞാൻ കർത്താവിൻ്റെ ശരീരത്തിൻ്റെ അവയവമാണ്. സ്തോത്രം. ഞാൻ അവനെ മാത്രം പ്രസാദിപ്പിക്കുവാൻ തക്കവണ്ണം ഇന്ന് പകൽ കർത്താവേ നിൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ വരുന്നു. ഒരു നിമിഷം നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവർക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മളെ സ്വർഗത്തിലെ സകല അധികാരങ്ങൾക്കും സകല വാഴ്ചകൾക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ദൈവം നമ്മളെ അവകാശിയാക്കി വെച്ചു എങ്കിൽ സ്തോത്ര ഹല്ലേലൂയ. ഇന്ന് പകൽ നമ്മൾ ജീവൻ്റെ പുതുക്കത്തിൽ നടക്കും. നമ്മൾ ജീവൻ്റെ പുതുക്കത്തിൽ നടക്കും. ഞങ്ങൾ ജീവൻ്റെ പുതുക്കത്തിൽ നടക്കും. എല്ലാ കണ്ണുകളും അടയട്ടെ. ദൈവത്തോട് പ്രാർത്ഥിച്ച് ഇന്ന് പകൽ തിരുമേശ നമ്മുടെ മുമ്പിൽ ഒരുക്കപ്പെട്ടിരിക്കുന്നു. നമുക്ക് അവനുമായുള്ള കൂട്ടായ്മ, നമ്മൾ മനുഷ്യനുമായിട്ടല്ല നമ്മളെ കൂട്ടായ്മ, പാസ്റ്ററുമായിട്ടല്ല നമ്മുടെ കൂട്ടായ്മ. നമ്മുടെ കൂട്ടായ്മ നമ്മുടെ കർത്താവുമായിട്ടാണ്. എനിക്ക് അവനെ പിരിഞ്ഞിരിപ്പാൻ കഴിയത്തില്ല. അവനെ കൂടാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല എന്ന് പകലെ തിരുമേശ വിളിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. എൻ്റെ ജീവൻ നിൻ്റെ ശരീരത്തിൽ. ഇതവൻ്റെ പ്രാണനെ നമുക്ക് വേണ്ടി തന്നതാ. അവൻ്റെ രക്തവും അവൻ നമുക്ക് വേണ്ടി നുറുക്കിയ ശരീരത്തിൻ്റെ കൂട്ടായ്മയാണ് ഇവിടെ ഇരിക്കുന്നത്. ഇത് വിളിച്ചു പറയുന്നത് ഈ ഭൂമിയിൽ നീ ബലഹീനനെന്നല്ല, നീ കുറവുള്ളവനെന്നല്ല, നീ പാപിയെന്നല്ല. ഇത് വിളിച്ചു പറയുന്നത് എൻ്റെ ജീവൻ നിൻ്റെ ശരീരത്തിലുണ്ട്, എൻ്റെ ആത്മാവ് നിൻ്റെ ശരീരത്തിലുണ്ട്. നിന്നെ നീതീകരിച്ച, എന്നെയും നിങ്ങളെയും നീതീകരിച്ച, നമ്മളെ നീതിമാന്മാരാക്കിയ ആ കൂട്ടായ്മയിലേക്ക് നമ്മൾ പങ്കുചേരാൻ പോകുക. ഇന്ന് പകൽ ആ ദൈവ സ്നേഹത്തെ ഒന്ന് നമുക്ക് അനുഭവിക്കാൻ പറ്റുമോ?